എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നോ പറയേണ്ടിടത്ത് പലപ്പോഴും അത് പറയാൻ പറ്റാതെ വരിക എന്നത്. അതായത് പലപ്പോഴും നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിലും മറ്റുള്ളവരോട് മറുത്തു പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ സമ്മതം മൂളും. ഞാൻ ചെയ്തോളാം എന്ന് ഏറ്റെടുക്കും. അവസാനം സ്ട്രെസ് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാവും. ഇത് ജോലി സംബന്ധമായ കാര്യങ്ങളിലും വ്യക്തിജീവിതത്തിലും കാണാറുണ്ട്. പ്രത്യേകിച്ചും പാവം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. ഭാര്യ-ഭർതൃ ബന്ധത്തിലും ഇതുമൂലം സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പറയേണ്ടത് പറയാൻ പറ്റാതെ അവസാനം ആ ദേഷ്യം മുഴുവനും മുഖത്ത് കാണിച്ചുകൊണ്ടായിരിക്കും പ്രതികരിക്കുന്നത്. അതിനെ തുടർന്ന് മറ്റു വഴക്കുകൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ തോന്നും ഇതിലും നല്ലത് പറ്റില്ല എന്ന് പറയുന്നതായിരുന്നു എന്ന്. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ചെയ്യാവുന്നത് പറയേണ്ടത് പറയാൻ പഠിക്കുക എന്നതാണ്. ഇതൊട്ടും എളുപ്പമല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പറയേണ്ടിടത്ത് പറയേണ്ട രീതിയിൽ നമ്മുടെ അഭിപ്രായവും ആശയവും പറയാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ ഉള്ള കഴിവിനെയാണ് അസർട്ടീവ്നെസ് എന്ന് വിളിക്കുന്നത്. അതായത് അവനവന് പറയാനുള്ളത് സത്യസന്ധമായും എന്നാൽ മറ്റേയാളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടും പറയുക. ഇതുമൂലം ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. മറ്റു വ്യക്തികൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം കൂടാനും ഇത് സഹായകമാകും. കാരണം ഒരു അഭിപ്രായം ചോദിച്ചാൽ സത്യസന്ധമായും ബഹുമാനപൂർവവും അഭിപ്രായം പറയുന്നവരെ ആളുകൾ കൂടുതലായി വിശ്വസിക്കും. നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ മറ്റാളുകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇതിലൊക്കെ പ്രധാനമായത് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് കുറയ്ക്കാനും ഈ സ്വഭാവം കൊണ്ട് സാധിക്കും എന്നതാണ്. നിത്യജീവിതത്തിൽ തന്നെ പലതരം സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായി വരാറുണ്ട്. ഉദാഹരണത്തിന്, ഓഫീസിൽ നമ്മുടെ വർക്ക് ടൈം കഴിയാറാകുന്ന സമയത്ത് ഒരു വർക്ക് വന്നു. അത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് ഉണ്ടായതുമല്ല. മറ്റൊരാൾ ചെയ്യേണ്ട വർക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ നോ പറയാനുള്ള ശക്തമായ ആഗ്രഹമുണ്ട്. എന്നാൽ ഭയം മൂലമോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നില്ല. ഫലമോ ഓവർ ടൈം വർക്ക് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനിൽ അസർട്ടീവായ ഒരാൾ എന്തായിരിക്കും ചെയ്യുക? തന്നിരിക്കുന്ന വർക്കിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നോക്കാം. ഇന്ന് തന്നെ ചെയ്തു തീർക്കേണ്ടതാണോ അതോ നാളെ ചെയ്താലും മതിയോ എന്ന് നോക്കാം. നാളെ രാവിലെ വന്ന് ഈ വർക്ക് ചെയ്തിട്ടേ മറ്റുള്ള വർക്കിലേക്ക് പോകൂ എന്ന് സമാധാനമായി പറയാം. അല്ലെങ്കിൽ ഞാനല്ല റെസ്പോൺസിബിൾ പേഴ്സൺ എന്നും പറയാം. ഇതൊന്നും ദേഷ്യം പിടിച്ചോ നിഷേധാത്മകമായ രീതിയിലോ ഒന്നുമല്ല ചെയ്യേണ്ടത്. ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്ന സമാധാനമെങ്കിലും നിങ്ങൾക്കുണ്ടാകും. ശരിയല്ലേ? ഇനി വ്യക്തി ജീവിതത്തിലാണെങ്കിലോ, ഒരു കല്യാണത്തിന് പോകാൻ നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു ഡ്രസ്സ് ഇട്ട് പോകാം എന്ന് തീരുമാനിച്ചു. എന്നാൽ അതറിയുമ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു, ഏയ് കല്യാണത്തിന് പട്ടുസാരി ഉടുത്ത് പോയാൽ മതി എന്ന്. നിങ്ങൾക്കാണെങ്കിലോ സാരി ഏറ്റവും അൺകംഫർട്ടബിളായ വേഷവും. എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് നിങ്ങൾ കൃത്യമായി മറ്റേയാളോട് പറയുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ആവശ്യം യുക്തിസഹമായിരിക്കുകയും വേണം. മറ്റേയാൾ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുക. അയാൾ പറയുന്നതാണോ ശരിയെന്നും ആലോചിക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മാന്യമായി സ്വീകരിക്കുക. ശബ്ദം ഉയർത്താതെ സംസാരിക്കുക.
എന്നാൽ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുക. ഐ കോണ്ടാക്ട് നിലനിർത്തുക. സംസാരിക്കുമ്പോൾ വാചകങ്ങൾ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന വാക്കുവെച്ച് ആരംഭിക്കുന്നത് നന്നായിരിക്കും. ഉദാഹരണത്തിന്, ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് തോന്നുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് തുടങ്ങിയവ. നീ അല്ലെങ്കിൽ നിങ്ങൾ വെച്ച് തുടങ്ങുന്നതിനേക്കാളും അതായിരിക്കും നല്ലത്. നീ എപ്പോഴും, നീ ഒരിക്കലും തുടങ്ങിയവ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ആ സംഭാഷണം ഒരു നല്ല രീതിയിൽ അവസാനിക്കാൻ സാധ്യത കുറവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ച് സംസാരിച്ചാൽ കേൾക്കുന്നയാൾക്കും നിങ്ങൾ ശരിയാണ് എന്ന് തോന്നും. കുട്ടികൾക്കും ഈ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ചെറുപ്പം മുതലേ കൊടുത്താൽ നന്നായിരിക്കും. പലപ്പോഴും കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിലും നോ പറയാൻ കൊച്ചുകുട്ടികൾ മടി കാണിക്കാറുണ്ട്. കൂട്ടുകാർ പിണങ്ങിയാലോ അല്ലെങ്കിൽ പേടിയാണെന്ന് പറഞ്ഞ് കളിയാക്കിയാലോ എന്നൊക്കെ ഓർത്താകാം കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ പ്രകടിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇനി മുതൽ നിങ്ങളും അസർട്ടീവ്നെസ് ഉപയോഗിച്ച് അവനവന് വേണ്ടി സംസാരിച്ച് തുടങ്ങുമല്ലോ, അല്ലേ? എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായും ലൈക്സായും അറിയിക്കുക. ബൈ.